നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ HTML കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ HTML ഒരുവിധമുള്ള എല്ലാ പോർഷൻസും നമ്മൾ എടുത്തു. പിന്നെ ഇടയ്ക്ക് വിട്ടുപോയിട്ടുള്ള ടോപ്പിക്കുകളാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകളിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡസ് HTML സ്റ്റാൻഡ്സ് ഫോർ? എന്താണ് HTML ഫുൾ ഫോം? നമ്മൾ ആദ്യമേ പഠിക്കുന്നതാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പം A ഓപ്ഷൻ ആണ് HTML ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൂ ഈസ് മേക്കിംഗ് ദ വെബ് സ്റ്റാൻഡേർഡ്സ്? വെബ് സ്റ്റാൻഡേർഡ്സ് മേക്ക് ചെയ്യുന്നത് ആരാണ്? മോസില്ലയാണോ, ഫയർഫോക്സ് ആണോ, ഗൂഗിൾ ആണോ, വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം ആണോ? ആൻസർ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് HTML എലമെന്റ് ഫോർ ദ ലാർജസ്റ്റ് ഹെഡിങ്. ലാർജസ്റ്റ് ഹെഡിങ്ങിന് യൂസ് ചെയ്യുന്ന HTML എലമെന്റ് ഏതാണ്? H1 ആണോ, ഹെഡിങ് ആണോ, H6 ആണോ, ഹെഡ് ആണോ? ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹെഡിങ്ങിന്റെ ഓപ്ഷൻ H1 മുതൽ H6 വരെയാണ്. ലാർജ് സൈസ് എന്ന് പറയുന്നത് H1ഉം സ്മോൾ സൈസ് എന്ന് പറയുന്നത് H6ഉം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ കറക്റ്റ് HTML എലമെന്റ് ഫോർ ഇൻസേർട്ടിംഗ് എ ലൈൻ ബ്രേക്ക്? ലൈൻ ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് BR ടാഗ് ആണോ, ബ്രേക്ക് ആണോ, LB ആണോ? BR ടാഗ് ആണ് ലൈൻ ബ്രേക്ക്. ലൈൻ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ BR ടാഗ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കറക്റ്റ് HTML ഫോർ ആഡിങ് എ ബാക്ക്ഗ്രൗണ്ട് കളർ? ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ചെയ്യാനുള്ള കറക്റ്റ് ഫോർമാറ്റ് ഏതാണ്? ബോഡി സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ, ബോഡി BG ഈക്വൽ ടു യെല്ലോ, ബാക്ക്ഗ്രൗണ്ട് യെല്ലോ, ബാക്ക്ഗ്രൗണ്ട് ടാഗ് ആണോ യൂസ് ചെയ്യുന്നത്? ഇതിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? A ഓപ്ഷൻ ബോഡി സ്റ്റൈൽ ഈസ് ഈക്വൽ ടു ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് ചൂസ് ദ കറക്റ്റ് HTML എലമെന്റ് ടു ഡിഫൈൻ ഇമ്പോർട്ടന്റ് ടെക്സ്റ്റ്. ഇമ്പോർട്ടന്റ് ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റ് ഏതാണ്? സ്ട്രോങ് എന്നാണ് കൊടുക്കുന്നത്. സ്ട്രോങ് കൊടുക്കും, അതിനുശേഷം നമുക്ക് എന്ത് എലമെന്റ് ആണോ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ടത് അത് കൊടുക്കും, അതിനുശേഷം സ്ട്രോങ് ടാഗ് ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്തത് ചൂസ് ദ കറക്റ്റ് HTML എലമെന്റ് ടു ഡിഫൈൻ എംഫസൈസ്ഡ് ടെക്സ്റ്റ്. ഏതെങ്കിലും ടെക്സ്റ്റ് എംഫസൈസ് ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എന്ന് പറയുന്നത് EM ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ കറക്റ്റ് HTML ഫോർ ക്രിയേറ്റിംഗ് എ ഹൈപ്പർ ലിങ്ക്? എന്ത് വെച്ചിട്ടാണ് ഹൈപ്പർ ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചതാണ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ ഏത് ടാഗാണ് യൂസ് ചെയ്യുന്നത്? A ടാഗാണ് യൂസ് ചെയ്യുന്നത്. A ടാഗിന്റെ ആട്രിബ്യൂട്ട് ഏതാണ്? href ആണ്. അപ്പൊ നമുക്ക് ലിങ്ക് URL എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സംശയം വരാം. അപ്പോൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? href ആണ് യൂസ് ചെയ്യുന്നത്. href. അതിനുശേഷം ഡബിൾ കോഡ്സിൽ നമ്മുടെ URL കൊടുക്കും. ഏത് പേജിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് പേജിലേക്കാണോ പോകേണ്ടത് ആ പേജിന്റെ URL ആണ് നമ്മൾ ഈ href ഈക്വൽ എന്ന് പറഞ്ഞ് ഡബിൾ കോഡ്സിൽ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലിങ്ക് ചെയ്യേണ്ട വേർഡ് എന്താണോ ആ ടെക്സ്റ്റ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അതിനുശേഷം A ടാഗ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഓർത്തിരിക്കുക, A ടാഗ് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. A ടാഗിന്റെ ആട്രിബ്യൂട്ട് ഏതാണ്? href. ലിങ്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണ്? A ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ക്യാരക്ടർ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ആൻ എൻഡ് ടാഗ്? ഒരു ടാഗ് എൻഡ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ ഏതാണ്? ലെസ് ദാൻ ആണോ, എക്സ്പോണൻഷ്യൽ ആണോ, സ്ലാഷ് ആണോ, സ്റ്റാർ ആണോ? നമുക്കറിയാം എന്താണ് സ്ലാഷ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ A ടാഗ് ക്ലോസ് ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞു എന്ത്? /A. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ടാഗിന്റെ സ്ലാഷ് ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ടാഗ് ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? സ്ലാഷ് ആണ്. അടുത്തത് ഹൗ ക്യാൻ യു ഓപ്പൺ എ ലിങ്ക് ഇൻ ന്യൂ ടാബ് ഓർ ബ്രൗസർ വിൻഡോ? ഒരു പുതിയ ടാബിലോ ഒരു പുതിയ ബ്രൗസർ വിൻഡോയിലോ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ലിങ്ക് നമുക്കറിയാം href ഈക്വൽ ടു URL കൊടുക്കുക. URL കൊടുത്തിട്ട് ടാർഗറ്റ് ഈക്വൽ ടു ബ്ലാങ്ക് കൊടുക്കുക. എന്നാൽ എന്ത് ചെയ്യും? പുതിയ ഒരു ബ്രൗസറിലെ വിൻഡോയിലായിരിക്കും അത് ഓപ്പൺ ആയി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ആർ ഓൾ ടേബിൾ എലമെന്റ്സ്? ഇതിൽ ഏതൊക്കെയാണ് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ടേബിൾ എലമെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്? ടേബിൾ ഹെഡ്, T ഫൂട്ട്, ടേബിൾ TR/TD, T ഹെഡ്, ബോഡി TR, ടേബിൾ TR/TT. ഇതിലേതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചു എന്താണ് ടേബിളിനുള്ളത്. ടേബിൾ ടാഗ്, ടേബിളിനകത്ത് നമുക്ക് റോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ TR യൂസ് ചെയ്യും. സെല്ല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് TD യൂസ് ചെയ്യും.
ഇനി സെല്ലിൽ ഹെഡിങ് കൊടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് TH ടാഗാണ്. അപ്പൊ ടേബിളിൽ വരുന്നത് ടേബിൾ ഉണ്ട്, TR ടാഗ് ഉണ്ട്, TD ടാഗ് ഉണ്ട്, TH ടാഗ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് ഓപ്ഷൻ വന്നേക്കുന്നത്? ടേബിൾ, TR, TD ആണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻലൈൻ എലമെന്റ്സ് ആർ നോർമലി ഡിസ്പ്ലേഡ് വിത്തൗട്ട് സ്റ്റാർട്ടിങ് എ ന്യൂ ലൈൻ. ഇൻലൈൻ എലമെന്റ്സ് എന്ന് പറയുന്നത് പുതിയൊരു ലൈൻ സ്റ്റാർട്ട് ചെയ്യാതെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതാണ് ഇൻലൈൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ചോദിച്ചേക്കുന്നത്. ട്രൂ ആണ് ആൻസർ. ഇൻലൈൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ അത് പുതിയൊരു ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഇൻലൈൻ എലമെന്റ് ആയിട്ട് കൊടുക്കുന്നത് അതിനകത്ത് അതിനാവശ്യം ഒക്കുപൈ ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള സ്പേസ് അല്ലെങ്കിൽ വിഡ്ത്ത് വെച്ചത് അഡ്ജസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. അതാണ് ഇൻലൈൻ എലമെന്റ്. നമുക്ക് ലിങ്ക് ഒക്കെ ഇൻലൈൻ എലമെന്റ് ആയിട്ട് കൊടുക്കാം. ഒരു ലൈനിൽ തന്നെ എത്ര ലിങ്കുകൾ വേണമെങ്കിലും കൊടുക്കാം. പിന്നെ സ്പാൻ എലമെന്റ്, ഒരു പാരഗ്രാഫിൽ നമ്മൾ സ്പാൻ എലമെന്റ് കൊടുക്കുന്നതും ഇൻലൈൻ എലമെന്റ് ആണ്. അത് അടുത്ത ലൈനിലേക്ക് പോകുന്നില്ല, ആ ലൈനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു സ്പാൻ എലമെന്റ് കൊടുത്തിരിക്കുകയാണ്. ഈ ഹലോ വേൾഡ് എന്ന് പറയുന്നത് ഒരു സ്പാനിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഹലോ വേൾഡ് എന്ന് പറയുന്നത് സ്പാനിൽ ഇതിനകത്ത് ഇങ്ങനെ വരത്തേ ഉള്ളൂ. അതുപോലെ തന്നെ അടുത്ത ലൈനിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇൻലൈൻ എലമെന്റ് എന്ന് പറയുന്നത് അടുത്ത പുതിയ ലൈനിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കാസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്ന ടോപ്പിക് അല്ല. പുതിയ ലൈനിലെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ആ ലൈനിൽ തന്നെയാണ് നിൽക്കുന്നത്. അതാണ് ഇൻലൈൻ എലമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ക്യാൻ യു മേക്ക് എ നമ്പേർഡ് ലിസ്റ്റ്? എങ്ങനെയാണ് ഒരു നമ്പേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? UL ടാഗ് ആണോ, DL ആണോ, OL ആണോ, ലിസ്റ്റ് ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? നമ്പേർഡ് ലിസ്റ്റ് നമ്മൾ പഠിച്ചു. ഓർഡേർഡ് ലിസ്റ്റ് OL ആണ് യൂസ് ചെയ്യുന്നത്. 1 2 3 എന്നുള്ള നമ്പർ ബേസിൽ വരാൻ വേണ്ടിയിട്ട് OL ടാഗിനകത്ത് LAക്കകത്ത് നമ്പറിൽ വരേണ്ട ഓരോ ലിസ്റ്റ് ഐറ്റവും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഹൗ ക്യാൻ യു മേക്ക് എ ബുള്ളറ്റഡ് ലിസ്റ്റ്? ബുള്ളറ്റഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്പേർഡ് അല്ല, അൺഓർഡേർഡ് ആണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എന്ന് പറയുന്നത് UL ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. OL ടാഗ് പോലെ തന്നെയാണ് നമ്മൾ പഠിച്ചതാണ്. ULനകത്ത് LAയിലാണ് ഓരോ ലിസ്റ്റ് ഐറ്റവും കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ കറക്റ്റ് HTML ഫോർ മേക്കിംഗ് എ ചെക്ക് ബോക്സ്? ഒരു ചെക്ക് ബോക്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ആണ് യൂസ് ചെയ്യുന്നത്? HTML ചെക്ക് എന്നാണോ, ചെക്ക് ബോക്സ് ആണോ, ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ചെക്ക് ആണോ, ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ചെക്ക് ബോക്സ് ആണോ? ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ചെക്ക് ബോക്സ്. ഫോമിനകത്താണ് നമ്മൾ ചെക്ക് ബോക്സ് യൂസ് ചെയ്യുന്നത്. ചെക്ക് ബോക്സ് നമ്മൾ പറഞ്ഞു ഒന്നിലധികം വാല്യൂസ് നമുക്ക് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോമിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? ചെക്ക് ബോക്സ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ക്വാളിഫിക്കേഷൻ SSLC +2 ഡിഗ്രി. ഇവർക്ക് ഒരു ക്വാളിഫിക്കേഷൻ SSLC മാത്രമുള്ളവർ കാണാം, +2 ഡിഗ്രി എല്ലാം ഉള്ളവർ കാണാം. അപ്പം അവർക്ക് എത്ര വേണേലും മാർക്ക് ചെയ്ത് കൊടുക്കാനാണ് ചെക്ക് ബോക്സ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് വാട്ട് ഈസ് ദ കറക്റ്റ് HTML ഫോർ മേക്കിംഗ് എ ടെക്സ്റ്റ് ഇൻപുട്ട് ഫീൽഡ്? അതായത് ഇൻപുട്ട് ഫീൽഡ് നമ്മൾ ടെക്സ്റ്റ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ആണോ, ടെക്സ്റ്റ് ഫീൽഡ് ആണോ, ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ഫീൽഡ് എന്നാണോ, ടെക്സ്റ്റ് ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്നാണോ കൊടുക്കുന്നത്? എങ്ങനെയാണ്? ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ടെക്സ്റ്റ് ഫീൽഡ് വരുന്നത്. അടുത്തത് വാട്ട് ഈസ് ദ കറക്റ്റ് HTML ഫോർ മേക്കിംഗ് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്? ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കറക്റ്റ് HTML ഏതാണ്? ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ഡ്രോപ്പ് ഡൗൺ ആണോ, ലിസ്റ്റ് ആണോ, സെലക്ട് ആണോ, ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ലിസ്റ്റ് ആണോ? ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സെലക്ട് ഓപ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് വാട്ട് ഈസ് ദ കറക്റ്റ് HTML ഫോർ മേക്കിംഗ് എ ടെക്സ്റ്റ് ഏരിയ? ടെക്സ്റ്റ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ഏരിയ നമ്മൾ എന്താണ് ഒരു പാരഗ്രാഫ് ഒക്കെ ടൈപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് റിമാർക്ക് കൊടുക്കാൻ പറയുമല്ലോ. അപ്പൊ നമ്മൾ റിമാർക്ക് ഒക്കെ ടൈപ്പ് ചെയ്യുന്നത് എവിടെയാണ്? ടെക്സ്റ്റ് ഏരിയയിലാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൊടുത്താൽ മതി? ഇവിടെ ഡയറക്റ്റ് ടെക്സ്റ്റ് ഏരിയ എന്ന് മാത്രം ടാഗ് യൂസ് ചെയ്താൽ മതി. ടെക്സ്റ്റ് ഏരിയ ടാഗ് ഓപ്പൺ ചെയ്യുക, യൂസ് ചെയ്യുക. ഇതാണ് ദ ടെക്സ്റ്റ് ഏരിയ ടാഗ് ഡിഫൈൻസ് എ മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഇൻപുട്ട് കൺട്രോൾ. മൾട്ടി ലൈൻ ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? ടെക്സ്റ്റ് ഏരിയ യൂസ് ചെയ്യും. ടെക്സ്റ്റ് ഏരിയ എലമെന്റ് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ ഫോംസ് ടു കളക്ട് യൂസർ ഇൻപുട്ട് ലൈക്ക് കമന്റ്സ്, റിവ്യൂസ്. യൂസർ ഇൻപുട്ട് ആയിട്ടുള്ള കമന്റ്സും റിവ്യൂസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ഏരിയ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് വാട്ട് ഈസ് ദ കറക്റ്റ് HTML ഫോർ ഇൻസേർട്ടിംഗ് ആൻ ഇമേജ്? ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാനുള്ള കറക്റ്റ് HTML ഫോർമാറ്റ് ഏതാണ്? ഇമേജ് ടാഗ് നമ്മൾ പഠിച്ചു. IMG SRC ആണ് ഇമേജിന്റെ ടാഗിന്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ? IMG SRC ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കും? അവിടെ നമ്മൾ ആ ഇമേജിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഇമേജിന്റെ പാത്ത് കൊടുക്കും. അതിനുശേഷം ആൾട്ട് ഈസ് ഈക്വൽ ടു ആൾട്ടർനേറ്റ് ഇമേജ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കും. ഇങ്ങനെയാണ്. അപ്പൊ IMG SRC ഇമേജ് .gif ആൾട്ട് മൈ ഇമേജ് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ IMG SRC ഇമേജ് .gif
ഇവിടെ ഇമേജ് എന്നല്ല IMG എന്നല്ല കൊടുത്തേക്കുന്നത്, ഇമേജ് SRC ആണ് കൊടുത്തേക്കുന്നത്. ഞാൻ SRC ആട്രിബ്യൂട്ട് കണ്ടുകൊണ്ട് നോക്കിയതാണ്. അപ്പം ഇമേജ് SRC ഇങ്ങനെ നമുക്ക് തെറ്റിക്കാൻ കൊടുക്കും. IMG SRC ആണ് ഇമേജിന് യൂസ് ചെയ്യുന്നത്. പഠിച്ചവർക്ക് അത് എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ കറക്റ്റ് HTML ഫോർ ഇൻസേർട്ടിങ് എ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ നേരത്തെ പറഞ്ഞിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ്. എങ്ങനെയാ? ബോഡിയിൽ സ്റ്റൈൽ ഈസ് ഈക്വൽ ടു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കോളൻ കൊടുക്കുക. ഇനി ഇമേജ് സേവ് ചെയ്തിട്ടുള്ള URL കൊടുക്കുക, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് .gif ഇമേജിന്റെ സേവ് ചെയ്തിട്ടുള്ള നെയിം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുക. അപ്പം ബോഡി സ്റ്റൈൽ ഈസ് ഈക്വൽ ടു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കോളൻ, അതിനുശേഷം URL ഏത് ഇമേജ് ആണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുന്നത്. അപ്പോൾ HTML നിന്നുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്